നമസ്കാരം. 2026 മാർച്ചില് പരീക്ഷ എഴുതിയ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയുള്ള വീഡിയോ ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമായ ഒരു ദിവസമാണ് ഇന്ന്. 2026 ഏപ്രിൽ 16-ന് പേപ്പറിന്റെ മൂല്യനിർണ്ണയം തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 70 കേന്ദ്രങ്ങളിലെ ആണ് മൂല്യനിർണ്ണയം നടക്കുന്നത്. ഈ കേന്ദ്രങ്ങളൊക്കെ 14 ജില്ലകളെയും പല സോണുകളിലാക്കിയിട്ടാണ് മൂല്യനിർണ്ണയം. ഒരു സോണിലെ പേപ്പർ ആ സോണില് യാതൊരു കാരണവശാലും മൂല്യനിർണ്ണയം നടത്തില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെന്റ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ നോർത്ത് സോൺ എന്ന് പറയുന്നത് കാസർഗോഡ്, കണ്ണൂര്, വയനാട്, കോഴിക്കോട് ഈ 4 ജില്ലകളിൽ ഉൾപ്പെട്ട സോണാണ് നോർത്ത് സോൺ എന്ന് പറയും. ഈ സോണില് ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ ഒരു പേപ്പർ, അത് നമുക്കറിയാം 9 വിഷയങ്ങളാണ് ഉള്ളത്, IT ഒഴികെ. ITക്ക് സാധാരണഗതിയിൽ നമുക്ക് എഴുത്തു പരീക്ഷ ഇല്ല. ബാക്കി 9 വിഷയങ്ങളുടെ പേപ്പറുകളാണ് മൂല്യനിർണ്ണയം നടത്തുന്നത്. ആ 9 ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ അല്ലെങ്കിൽ നോർത്ത് സോണിൽ പെടുന്ന 4 ജില്ലയിലെ ഒരു പേപ്പർ പോലും ഈ നോർത്ത് സോണിൽ നോക്കില്ല എന്നുള്ളതാണ്. അത് ചില വിഷയങ്ങൾ ഇപ്പോൾ ഫിസിക്സ് തിരുവനന്തപുരത്തുള്ള സോണിലേക്കായിരിക്കും പോവുക, കെമിസ്ട്രി കോട്ടയം എറണാകുളത്തുള്ള സോണിലേക്കായിരിക്കും പോവുക, പിന്നെ അതേപോലെ ബയോളജി മലപ്പുറം പാലക്കാട് ഉൾപ്പെടുന്ന സോണിലേക്കായിരിക്കും പോവുക. അങ്ങനെ വിവിധ സോണുകളിലേക്കാണ് ഓരോ വിഷയങ്ങളുടെയും പേപ്പർ അയക്കുക. ആ പേപ്പർ നോക്കുമ്പോൾ ഇതാണ് പറയാനുള്ളത്. ഇപ്പൊ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ഈ 4 ജില്ല ഉൾപ്പെടുന്ന സോൺ എക്സാമ്പിൾ എടുത്ത് ഞാൻ പറയാണ്. ആ സോണിലെ ഈ 9 വിഷയങ്ങളുടെയും പേപ്പർ ആ സോണിൽ ഈ 4 ജില്ലകളിൽ നോക്കില്ല, അത് മറ്റൊരു സോണിലായിരിക്കും നോക്കുക. എല്ലാ പേപ്പറുകളും ഒരു സ്കൂളിലെ അല്ലെങ്കിൽ ഒരു ജില്ലയിലെ എല്ലാ വിഷയങ്ങളുടെയും പേപ്പറുകൾ മറ്റ് ഒരു സോണിലായിരിക്കില്ല നോക്കുക, അത് പല സോണിലാണ് നോക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംവിധാനമാണ് ഇതില് ഉള്ളത്. അപ്പൊ സോൺ തിരിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. കണ്ണൂർ ഉൾപ്പെടുന്ന ഈ നോർത്ത് സോണിലേക്ക് മറ്റ് സോണുകളിലെ പേപ്പറാണ് ഇങ്ങോട്ട് വരിക. അപ്പൊ ഇവിടെ നോക്കുന്നത് മലപ്പുറം, പാലക്കാട്, എറണാകുളം, കോട്ടയം ആ ജില്ല, അത്തരം തിരുവനന്തപുരം ആ സോണുകളിലെ ഒക്കെ പേപ്പറുകളായിരിക്കും ഈ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ ഉൾപ്പെടുന്ന നോർത്ത് സോണിൽ നോക്കുക. ഇത് പേപ്പർ നോക്കാനുള്ള ഉത്തരസൂചികളൊക്കെ തന്നെ നേരത്തെ തന്നെ തയ്യാറായിരുന്നു. അതിനിടയിൽ ഇലക്ഷൻ വന്നതുകൊണ്ട് വാല്യുവേഷൻ ഒന്ന് നീണ്ടുപോയതാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ ഉത്തരസൂചികയ്ക്ക് സ്കീം എന്നാണ് പറയുക. സാധാരണഗതിയിൽ മൂല്യനിർണ്ണയത്തിന്റെ സമയം എന്ന് പറയുന്നത് 9:30 മുതൽ 4:30 വരെയാണ്. ഉച്ചയ്ക്ക് 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ട്. 9:30 to 4:30 2:30 മണിക്കൂർ പേപ്പർ നോക്കാനും, ഒരു കെട്ട് പേപ്പർ നോക്കാൻ 2:30 മണിക്കൂർ സമയമാണ്. അരമണിക്കൂർ അതിന്റെ മാർക്ക് ലിസ്റ്റ് എഴുതാനുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോ ഒരു കെട്ട് എന്ന് പറയുമ്പോൾ, കെട്ടെന്ന് പറഞ്ഞാൽ വലിയ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ SS, ഇംഗ്ലീഷ്, മാത്സ് ഈ 3 വിഷയങ്ങളാണ് വലിയ വിഷയങ്ങൾ പറയുന്നത്. 80 മാർക്കിന്റെ പേപ്പറാണ്. ആ വിഷയങ്ങൾ 12 വീതം പേപ്പറുകളാണ് ഒരു കെട്ടിലുണ്ടാവുക. എന്നാൽ 40 മാർക്കിന്റെ വിഷയങ്ങളൊക്കെ 18 പേപ്പർ ആയിരിക്കും ഒരു കെട്ടിലുണ്ടാവുക. അതാണ് കെട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയ വിഷയങ്ങളിലെ 12, അതൊരു കവറാണ്. കവറിൽ നൂലിട്ട് ക്രോസ് ആയി കെട്ടിയിട്ടുണ്ടാവും. 12 പേപ്പറാണ് വലിയ വിഷയത്തിന്റെ കെട്ടെന്ന് പറയുന്നത്. 18 പേപ്പറാണ് ഈ ചെറിയ വിഷയത്തിന്റെ 40 മാർക്കിന്റെ പേപ്പറിന്റെ അത് കെട്ടുകൾ എന്ന് പറയുന്നത്. ഇനി പേപ്പർ നോക്കാൻ വേണ്ടി 10 അധ്യാപകരും അതിനൊരു ചീഫ് സൂപ്രണ്ടും അടങ്ങുന്നതാണ് ഒരു ടീം. പേപ്പർ നോക്കുന്നത് 10 അധ്യാപകര്, ആ പേപ്പർ നോക്കുന്നവരെ സൂപ്പർവൈസ് ചെയ്യാൻ ഒരു ചീഫ് സൂപ്രണ്ടും ഉണ്ടായിരിക്കും. ആ ചീഫ് സൂപ്രണ്ട് എന്ന് പറയുന്ന അധ്യാപകനാണ്, സീനിയർ അധ്യാപകനായിരിക്കും ചീഫ് സൂപ്രണ്ട്. അദ്ദേഹം ഈ 20% പേപ്പറുകൾ, ഈ 10 പേര് നോക്കിയതിന്റെ 20% പേപ്പറുകൾ അദ്ദേഹം റീവാല്യൂ ചെയ്യും. രണ്ടാമതൊരിക്കൽ കൂടി അദ്ദേഹം നോക്കും.
എവിടെയെങ്കിലും അങ്ങനെ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും അധ്യാപകര് മാർക്ക് ഇട്ടതിൽ കുറഞ്ഞു പോയിട്ടോ അങ്ങനെ എന്തെങ്കിലും മിസ്സിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചീഫ് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആ മാർക്ക് അപ്പോൾ തന്നെ ആ കുട്ടിക്ക് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യും. ഇന്ന് രാവിലെ ഉച്ചവരെ ഏകദേശം 1 മണിക്കൂർ ഉത്തര സൂചികകൾ ചർച്ച ചെയ്യുകയാണ്. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് അതാണ്. രാവിലെ മുതൽ ഉച്ചവരെയുള്ള പ്രോസസ്സ് വ്യത്യാസമുണ്ട്. ആദ്യത്തെ ദിവസം അത് ഉത്തര സൂചികൾ, അതായത് ആൻസർ കീ എന്ന് പറയുന്ന സ്കീം ചർച്ച ചെയ്യും. അധ്യാപകരും ചീഫും എല്ലാം കൂടി ഇരുന്ന് ചോദ്യം വായിക്കും. അതിന് ഏതൊക്കെ സാധ്യതകൾ ഉത്തരം എഴുതാനുണ്ട്, ഏതൊക്കെ ഉത്തരങ്ങളുണ്ട്, ഏതൊക്കെ ഉത്തരങ്ങൾ എഴുതിയാൽ ഫുൾ മാർക്ക് കൊടുക്കാം, ഏതൊക്കെ പോയിന്റുകൾ ആ ഫുൾ മാർക്ക് കൊടുക്കുമ്പോൾ എത്രയൊക്കെ പോയിന്റുകൾ ഉണ്ടായിരിക്കണം, ആ പോയിന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്തതിന് ശേഷം, അങ്ങനെ ചർച്ച ചെയ്താലും ഈ ഉത്തരസൂചിക നേരത്തെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഉത്തരസൂചികയിലെ ഒരു മാറ്റവും വരുത്താൻ പാടില്ല എന്നാണ് ഒരു നിബന്ധന. അങ്ങനെ ഈ ചോദ്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ചോദ്യവും വായിക്കും, ഉത്തരങ്ങളും വായിക്കും. ചർച്ച ചെയ്തതിന് ശേഷം ഒരു മോക്ക് വാല്യുവേഷൻ നടത്തും. മോക്ക് വാല്യുവേഷൻ എന്ന് പറയുന്നത് 2 or 3 പേപ്പറുകൾ, ഇപ്പൊ ചെറിയ വിഷയങ്ങളുടെ ആണെങ്കിൽ 3 പേപ്പർ ഒരു അധ്യാപകൻ നോക്കും. പക്ഷെ ആ അധ്യാപകൻ ആ പേപ്പറിൽ മാർക്ക് ഇടില്ല. പകരം ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ട്. ആ മാർക്ക് ലിസ്റ്റിൽ മാർക്ക് ഇടും. ഇതേ 3 പേപ്പർ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന അധ്യാപകന് കൊടുക്കും. അദ്ദേഹവും ഇതുപോലെ മാർക്ക് ലിസ്റ്റിൽ മാർക്കിട്ട് പേപ്പർ. അപ്പൊ അദ്ദേഹത്തിന്റെ പേപ്പർ 3 പേപ്പർ നമ്മൾ ഈ ഇപ്പുറം ഇരിക്കുന്ന അധ്യാപകൻ നോക്കും. ഈ അധ്യാപകന്റെ 3 പേപ്പർ അപ്പുറത്തിരിക്കുന്ന അധ്യാപകനും വാല്യൂ ചെയ്യും. അങ്ങനെ മാർക്ക് ലിസ്റ്റിലാണ് ഈ മാർക്ക് എഴുതുന്നത്. അങ്ങനെ രണ്ടുപേരും മാർക്ക് ഇട്ടതിൽ കാര്യമായ വ്യത്യാസമുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ചർച്ച ചെയ്യും എങ്ങനെയാണ് ഈ വ്യത്യാസം വന്നത്. അങ്ങനെ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും നോക്കുമ്പോഴും ഏകദേശം ഒരുപോലെ തന്നെ വരേണ്ടത്. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്ത് ആ ഉത്തരസൂചികകൾ ഉറപ്പിക്കും. നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് കൂടുതൽ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഡബിൾ വാല്യുവേഷൻ എന്നാണ് പറയുക. ഡബിൾ വാല്യുവേഷൻ ഒരു മോക്ക് വാല്യുവേഷനാണ്, സാമ്പിള്. അപ്പോൾ ഡബിൾ വാല്യുവേഷനിൽ എന്ത് വരുന്നു? ഒരു പേപ്പർ, 3 പേപ്പറാണ് സാധാരണ ചെറിയ വിഷയങ്ങളിൽ ചെയ്യുക. ആ 3 പേപ്പർ ഒരു അധ്യാപകൻ നോക്കുന്നു, അതേ പേപ്പർ അടുത്ത അധ്യാപകനും നോക്കുന്നു. ആ അധ്യാപകന്റെ പേപ്പർ ഇങ്ങോട്ടും ഈ അധ്യാപകന്റെ പേപ്പർ അങ്ങോട്ടും കൈമാറ്റം നടത്തി 3 വീതം പേപ്പറുകൾ സാമ്പിളായിട്ട് നോക്കുകയാണ്. നോക്കിയതിന് ശേഷം വ്യത്യാസമുണ്ടെങ്കിൽ ഇവര് അത് ചർച്ച ചെയ്ത് എന്താണ് വ്യത്യാസത്തിന് കാരണം, കാര്യങ്ങളൊക്കെ അപ്പോൾ നോക്കി അത് മനസ്സിലാക്കി. കാരണം ചർച്ച ചെയ്യാം, കാരണം പേപ്പറിൽ മാർക്ക് ഇട്ടിട്ടില്ലല്ലോ. അതിനുശേഷം രണ്ടുപേരും ഇങ്ങനെ നോക്കി അതിന്റെ ഉത്തരസൂചികളിലുള്ള വ്യത്യാസം മനസ്സിലാക്കി എന്തെങ്കിലും കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തു. അതിനും ശേഷമാണ് നമ്മളെ യഥാർത്ഥ വാല്യുവേഷൻ തുടങ്ങുന്നത്. അപ്പോൾ ഉച്ചവരെ ഈ പ്രോസസ്സാണ്. ഒന്ന് ഉത്തരസൂചികൾ ചർച്ച ചെയ്യുക. രാവിലെ 9:30, ഇന്ന് 10 മണിക്ക് തുടങ്ങിയാൽ ഉത്തരസൂചികൾ ചർച്ച ചെയ്യും. അതിനുശേഷം ഒരു മോക്ക് വാല്യുവേഷൻ, അത് ഡബിൾ വാല്യുവേഷൻ ആണ്, അത് നടത്തും. ഉച്ചയ്ക്ക് ശേഷമാണ് പേപ്പർ നോക്കി തുടങ്ങുന്നത്. ഇന്ന് ഒരു കെട്ട് പേപ്പർ മാത്രമേ ഒരാൾ നോക്കുകയുള്ളൂ. ഒരു കെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. 40 മാർക്കിന്റെ വിഷയമാണെങ്കിൽ അതിൽ 18 പേപ്പറാണ് ഒരു കെട്ടെന്ന് പറയുന്നത്. 80 മാർക്കിന്റെ വിഷയമാണെങ്കിൽ 12 പേപ്പറാണ് ഒരു കെട്ട്. ആ ഒരു കെട്ട് മാത്രമേ ഇന്ന് നോക്കുകയുള്ളൂ. കാരണം ഉച്ചവരെ ഇത്തരത്തിൽ മോക്ക് വാല്യുവേഷനും പിന്നെ അതേപോലെ ആൻസർ കീ ഡിസ്കഷനും ഒക്കെ ആയി സമയം പോകും. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് ഒരു കെട്ട് മാത്രം ഇന്ന് മൂല്യനിർണ്ണയം നടത്തിയാൽ മതി. നമുക്കറിയാം, പിന്നെ പെൻസിൽ വെച്ചിട്ടാണ് മാർക്ക് പേപ്പർ നോക്കുന്നത്. തെറ്റുത്തരത്തിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0 ഇടണം എന്നാണ് വ്യവസ്ഥ. നമ്മൾ ഓപ്ഷനുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശോധിക്കും. ഉത്തരം പരിശോധിക്കും. ആ പരിശോധിച്ചതിന് ശേഷം ഏത് ഓപ്ഷനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ളത് ആ മാർക്കാണ് നമ്മൾ സ്വീകരിക്കുക. ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മറ്റൊരു കാര്യം പറയാനുള്ളത്, കൈയക്ഷരത്തിന് യാതൊരു മാർക്കും ഇല്ല. എല്ലാം ഉത്തരങ്ങൾ വാല്യൂ പോയിന്റുകളായിട്ടാണ് വരുന്നത്. ആ വാല്യൂ പോയിന്റുകൾക്കാണ് ശരിക്കും മാർക്ക് ഇടുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ പേപ്പർ നോക്കുമ്പോൾ ഈ രീതിയിൽ പേപ്പർ നോക്കി മാർക്കിട്ട് തെറ്റുത്തരത്തിന് 0 ഇട്ട് അങ്ങനെ
എല്ലാ മാർക്കും കൂടി കൂട്ടി ഏറ്റവും ലാസ്റ്റ് പേജിന്റെ താഴെ ഇടണം എന്നാണ് വ്യവസ്ഥ. മാർക്കുകളൊക്കെ കൂട്ടി ആ ടോട്ടൽ മാർക്ക് ഏറ്റവും പുറകിലത്തെ പേജിന്റെ ലാസ്റ്റിൽ അരമാർക്ക് ഉൾപ്പെടെ, അവിടെ റൗണ്ട് ചെയ്യാൻ പാടില്ല, അരമാർക്ക് ഉൾപ്പെടെ അവിടെ ഇടണം. അതിന് ശേഷമാണ് ടാബുലേഷൻ തുടങ്ങുക. ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ വിഷയത്തിനും കിട്ടിയ മാർക്ക്, ഓരോ ചോദ്യത്തിനും കിട്ടിയ മാർക്ക്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ മാർക്ക് എത്രയാണെന്ന് നോക്കിയിട്ടത് അത് ഫ്രണ്ട് പേജിൽ ഏറ്റവും മുൻഭാഗത്തുള്ള കുറേ കോളങ്ങളുണ്ട്, ആ കോളങ്ങളിലേക്ക് എടുത്തെഴുതുകയാണ് ചെയ്യുന്നത്. അതിനാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. ആ കോളങ്ങളിലേക്ക് എടുത്തെഴുതി അത് ഓരോ ലൈനും ടോട്ടൽ ചെയ്ത് ആ ലൈനുകളുടെ ടോട്ടലുകൾ വീണ്ടും ടോട്ടൽ ചെയ്ത് ഏറ്റവും താഴെയായിട്ട് അര ഉൾപ്പെടെ എഴുതും. ആ താഴെ എഴുതിയ മാർക്കും ഏറ്റവും ബാക്കിൽ നമ്മൾ ഏറ്റവും പുറകിലത്തെ പേജിൽ കൂട്ടിയിട്ട മാർക്കും തമ്മിൽ ഒത്തുനോക്കും, എവിടെയെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന്. അതിനുശേഷം ഈ താഴെ എഴുതിയ മാർക്ക് അര ഉൾപ്പെടെയാണെങ്കിൽ അത് റൗണ്ട് ചെയ്ത്, ഇപ്പൊ 34.5 മാർക്കാണെങ്കിൽ അത് റൗണ്ട് ചെയ്ത് 35 നാക്കി ഏറ്റവും മുകളിൽ എഴുതും. അങ്ങനെയാണ് ടാബുലേഷൻ നടക്കുന്നത്. ഇനി ഈ മാർക്ക് 2.5 മണിക്കൂർ സമയം പേപ്പർ നോക്കിയതിന് ശേഷം നമുക്കൊരു അധ്യാപകർക്ക് ഒരു മാർക്ക് ലിസ്റ്റ് കൊടുക്കും. ഈ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ നോക്കിയ പേപ്പറുകളുടെ മാർക്ക് മാത്രം ആ മാർക്ക് ലിസ്റ്റിലേക്ക് എഴുതും. എന്തൊക്കെ എഴുതണം? രജിസ്റ്റർ നമ്പറും മാർക്കും മാത്രമാണ്. 2 കോളമാണ് പ്രധാനമായിട്ട് അതിനുണ്ടാവുക. 3 കോളം ഉണ്ട്. ആദ്യത്തേത് സീരിയൽ നമ്പറാണ്, പിന്നെ രണ്ടാമത്തെ കോളം രജിസ്റ്റർ നമ്പറാണ്. അതിനുശേഷം സീരിയൽ നമ്പർ ഇല്ല, രജിസ്റ്റർ നമ്പറും മാർക്കും, പിന്നെ വലതു കോളത്തിൽ റിമാർക്കും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്പർ, രജിസ്റ്റർ നമ്പർ എഴുതണം, അതിന് കിട്ടിയ മാർക്ക് എഴുതണം. റൗണ്ട് ചെയ്ത മാർക്കാണ് നമ്മൾ സാധാരണഗതിയിൽ എഴുതേണ്ടത്. അപ്പോൾ ആ മാർക്ക് ലിസ്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ചീഫ്, ഈ റൂമിലുള്ള ചീഫ് സൂപ്രണ്ട് ഈ മാർക്ക് ലിസ്റ്റ് വീണ്ടും പരിശോധിക്കും. എടുത്തെഴുതിയപ്പോൾ എവിടെയെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ആ ചീഫ് സൂപ്രണ്ട് ഈ മാർക്ക് ലിസ്റ്റ് വീണ്ടും പേപ്പറുമായിട്ട് ഒത്തുനോക്കും. ആ ഒത്തുനോക്കിയതിന് ശേഷം ഈ മാർക്ക് ലിസ്റ്റും ആ റൂമിലെ 10 അധ്യാപകരുടെ കെട്ടുകളും ഒക്കെ ആയിട്ട് വീണ്ടും ഈ ക്യാമ്പിന്റെ ഓഫീസറുടെ അടുത്തേക്കാണ് നമ്മൾ അടുത്ത ഘട്ടത്തിൽ പോകുന്നത്. ആ ക്യാമ്പ് ഓഫീസറുടെ അടുത്തെത്തിയാൽ ആ ക്യാമ്പ് ഓഫീസർ ഇത് വീണ്ടും ഈ മാർക്ക് ലിസ്റ്റുകൾ പരിശോധിക്കും. ഓരോ പേപ്പറും പരിശോധിക്കില്ല. ഇവർ കൊണ്ടുവരുന്ന മാർക്ക് ലിസ്റ്റുകൾ 18 രജിസ്റ്റർ നമ്പർ എഴുതിയിട്ടുണ്ടോ, ടോട്ടൽ ചെയ്തത് ശരിയാണോ എന്നൊക്കെ. ഇപ്പൊ മാർക്ക് എഴുതിയതിന് ശേഷം ഓരോ മാർക്ക് ലിസ്റ്റിലും അത് ടോട്ടൽ എഴുതണം. റെഡിങ്കിൽ ചുവന്ന മഷിയിൽ ടോട്ടൽ എഴുതണം. ഓർമ്മിക്കുക, പേപ്പർ നോക്കുമ്പോൾ ഫ്രണ്ട് പേജിൽ മഷി കൊണ്ടാണ് എഴുതുക. ഉൾവശത്ത് മാർക്ക് ഇടുന്നത് മാത്രമാണ് പെൻസിൽ കൊണ്ട്. ടാബുലേഷൻ നടത്തുന്നത് മഷി കൊണ്ടാണ്. മാർക്ക് ലിസ്റ്റ് എഴുതുന്നതും മഷി കൊണ്ടാണ്. ഇങ്ങനെ മഷി കൊണ്ട് എഴുതി ആ ടോട്ടൽ നമ്മൾ താഴെ ചുവപ്പ് മഷിയിൽ എഴുതും. ആ ടോട്ടൽ അടക്കം ചീഫ് സൂപ്രണ്ട് ചെക്ക് ചെയ്യും. ടോട്ടൽ എഴുതുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു സംഖ്യയുടെ അക്കത്തിനോ മറ്റോ സംശയം തോന്നിയാൽ ടോട്ടൽ ചെയ്ത് നോക്കിയാൽ മതി, ആ സംഖ്യ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്രമേൽ ഉള്ള ഒരു കൃത്യത ഈ പേപ്പർ നോക്കുന്ന കാര്യത്തിൽ ഉണ്ട്. ഈ പരിശോധനയൊക്കെ കഴിഞ്ഞാൽ പേപ്പറുകൾ, നോക്കിയ പേപ്പറുകൾ ഒരു സേഫ് കസ്റ്റഡിയിലേക്ക് പോകും. മാർക്ക് ലിസ്റ്റ് കമ്പ്യൂട്ടർ റൂമിലേക്ക് പോകും. അവിടെ വെച്ചാണ് മാർക്കുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അവിടെ 2 ചീഫുമാരും ഉണ്ടാവും, പിന്നെ അവിടെ അപ്ലോഡ് ചെയ്യാനുള്ള നിയോഗിക്കപ്പെട്ടുള്ള അധ്യാപകരും ഉണ്ടാവും. അവിടെ വെച്ചാണ് ഈ മാർക്ക് പരീക്ഷാ ഭവൻ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് വിടുന്നത്. അപ്പൊ അങ്ങനെ മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർക്ക്, ഒരു രജിസ്റ്റർ നമ്പറും മാർക്കും 2 അധ്യാപകർ അപ്ലോഡ് ചെയ്യും. 2 തവണ അപ്ലോഡ് ചെയ്യും. ഒരാൾ ചെയ്ത അതേ മാർക്ക് ലിസ്റ്റിലെ രജിസ്റ്റർ നമ്പറും മാർക്കും എ എന്ന് പറയുന്ന അധ്യാപകൻ ഒരു തവണ അപ്ലോഡ് ചെയ്തു. അടുത്തത് ബി എന്ന് പറയുന്ന അധ്യാപകൻ അതേ മാർക്കുകളും അതേ രജിസ്റ്റർ നമ്പറും മാർക്കും, രജിസ്റ്റർ നമ്പറിന് നേരെ മാർക്കുകൾ അപ്ലോഡ് ചെയ്യണം. എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്മൾ ഒരു അധ്യാപകൻ നോക്കി ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എവിടെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അടുത്ത അധ്യാപകൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് തെറ്റ് മനസ്സിലാവും. അതിനു വേണ്ടിയാണ്, ആ രീതിയിലാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ റെഡിയാക്കിയിട്ടുള്ളത്. ആ രീതിയിലാണ് മാർക്കുകൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ
ഇന്ന് രാവിലെ നോക്കിയ പേപ്പർ ആണെങ്കിൽ ഉച്ച കഴിഞ്ഞ് അതിന്റെ അപ്ലോഡിങ് തീരും. വൈകുന്നേരം നോക്കുന്ന പേപ്പർ, ഉച്ചയ്ക്ക് ശേഷം നോക്കുന്ന മാർക്ക് ലിസ്റ്റുകൾ നാളെ ഉച്ചയ്ക്ക് മുന്നേ തന്നെ അപ്ലോഡിങ് കഴിയും. അപ്പോൾ മാർക്ക് അപ്ലോഡ് ചെയ്യുന്നതോട് കൂടി നേരെ അവിടെ നമുക്ക് സംഗതി കഴിഞ്ഞു, വർക്കുകൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞു. നോക്കിയ പേപ്പറുകൾ വേറൊരു റൂമിലേക്ക് അത് സേഫായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. മാർക്ക് ലിസ്റ്റ് പിന്നീട് എല്ലാ മാർക്ക് ലിസ്റ്റും കൂടി അതെല്ലാം ഒരുമിച്ച് പരീക്ഷാ ഭവനിലേക്ക് അയക്കുകയാണ് ചെയ്യാറ് സാധാരണഗതിയിൽ. അപ്പം ഇതാണ് ഈ വാല്യുവേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് യാതൊരു കുറ്റവും ഇല്ലാതെ വളരെ ചിട്ടയോടെ ഒരിടത്ത് പോലും ഒരു തെറ്റ് വരാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടുള്ള ഒരു മൂല്യനിർണ്ണയമാണ് നടക്കുന്നത് എന്ന കാര്യമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. മൂല്യനിർണ്ണയം തുടങ്ങിക്കഴിഞ്ഞിട്ട് ആ ക്യാമ്പുകളിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ മെയ് 2-നാണ് മൂല്യനിർണ്ണയം അവസാനിക്കുന്നത്. മെയ് 2 വരെ വാല്യുവേഷൻ ഉണ്ട്. മെയ് 2-നാണ് എല്ലാ പേപ്പറുകളും നോക്കി തീരും. ഏകദേശം ഒരു 15-ാം തീയതിയോടുകൂടി 15-18-ാം തീയതി ആവുമ്പോഴേക്ക് 18-ാം തീയതിക്ക് മുമ്പേ തന്നെ റിസൾട്ട് വരും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് മൂല്യനിർണ്ണയം എങ്ങനെയാണ് നടക്കുന്നത്, ഇന്ന് തുടങ്ങിയിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെയാണ്. കുട്ടികൾക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഞാൻ വീഡിയോ രൂപത്തിൽ തരുന്നത്. എല്ലാവർക്കും നല്ല മാർക്കുകൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.